വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ തൊഴിലാളികൾക്ക് ശുചിമുറിയും വിശ്രമ കേന്ദ്രവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CITU ബസ് തൊഴിലാളി യൂണിയൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളിക്ക് നിവേദനം നൽകി. 400-ലേറെ തൊഴിലാളികളാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള ബസ്സുകളിൽ ജോലി ചെയ്യുന്നത്. പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ തൊഴിലാളികൾ ഒന്ന് മൂത്രയ്ക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിന് 8 മാസം മുന്നേ ഒന്ന് കൊടുത്താണ് നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ ഒരു പരാതി കൊടുത്തു. പക്ഷെ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് CITU ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. നടപടി ഇല്ലെങ്കിൽ വളാഞ്ചേരിയിലെ മുഴുവൻ ബസ് തൊഴിലാളികളും സമരവുമായി മുന്നോട്ട് വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. CITU ബസ് തൊഴിലാളി യൂണിയൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയാണ് ആവശ്യവുമായി ചെയർപേഴ്സണെ കണ്ടത്. ദീർഘകാലമായി തൊഴിലാളികളുടെ വളാഞ്ചേരിയിൽ പണിയെടുക്കുന്ന ബസ് തൊഴിലാളികളുടെ ദീർഘകാലത്തൊരു ആവശ്യമാണ് ഏറ്റവും മെച്ചപ്പെട്ടൊരു വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ പ്രാഥമികമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ളത്. പക്ഷെ ഇതുവരെയായിട്ടും വളാഞ്ചേരി നഗരസഭയുടെ അധികാരികൾ തൊഴിലാളികളുടെ ഏറ്റവും പ്രാഥമികമായൊരു ആവശ്യം പരിഗണിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CITUവിന്റെ ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നഗരസഭയെ സമീപിച്ചു. എന്നാൽ നഗരസഭ കൌൺസിൽ ചർച്ച ചെയ്ത് നഗരസഭ കൌൺസിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് തൊഴിലാളികൾക്ക് സൗജന്യമായി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതേ ആവശ്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബസ് സ്റ്റാൻഡുകളിലും ഇത്തരം സൗകര്യങ്ങൾ ഏറെ നാളുകളായിട്ടുണ്ട്. വളാഞ്ചേരിയിലാണ് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ദിവസവും യാത്ര പുറപ്പെടുന്നത് 150-ലേറെ ബസ്സുകളാണ്. ഇത്രയും ബസ്സുകളിലായി 400-ലേറെ തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ ശുചിമുറിയോ വിശ്രമിക്കാനാവശ്യമായ കേന്ദ്രം പോലും ഇല്ല. വർഷങ്ങളായി തൊഴിലാളികൾക്കിടയിൽ നിന്നും ആവശ്യം ഉയർന്നിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പരിഗണനയും ഉണ്ടായിട്ടില്ല. നഗരസഭയ്ക്ക് സ്റ്റാൻഡ് ഫീ നൽകുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ പ്രാഥമികമായ ആവശ്യത്തിനും അവകാശങ്ങൾക്കും മുൻപിൽ അധികാരികൾ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാവും വരെ നിലവിൽ നഗരസഭയുടെ കൈവശമുള്ള കംഫർട്ട് സ്റ്റേഷനിൽ സൗജന്യമായി അവസരം ഒരുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി PV പ്രസാദ്, ഏരിയ അധ്യക്ഷൻ KA സക്കീർ, ഉപാധ്യക്ഷരായ മുഹമ്മദ് ജസീം, രാജേഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ ഷറഫുദ്ദീൻ, രാധാകൃഷ്ണൻ, സുദർശനൻ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.